ഇയാളറിയോ? ഈ മുഖം കണ്ടാൽ നിങ്ങൾക്ക് വല്ല പരിചയം തോന്നുന്നുണ്ടോ? ഒരു പക്ഷേ മുഖം പരിചയം ഉണ്ടാവില്ല, പക്ഷേ ഈ സൗണ്ട് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ആളെ കൃത്യമായിട്ട് മനസ്സിലാവും. കേരളത്തിലെ സെവൻസ് ഫുട്ബോൾ കോർട്ടുകളിലൊക്കെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഘനഗാംഭീര്യമുള്ള ഒരു സൗണ്ട് ഉണ്ട്. പക്ഷേ ഈ ഒരു അനൗൺസ്മെന്റ് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. സെവൻസിലെ മിക്കവാറും ഗ്രൗണ്ടുകളിലൊക്കെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സൗണ്ടാണ്. അനൗൺസ്മെന്റ് മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരു സൂപ്പർ അനൗൺസറാണ് നമ്മളെ കൂടെ ഉള്ളത്. പേര് പറയാം, നിസാർ പട്ടാമ്പി. അഖിലേന്ത്യൻ ഫുട്ബോളിന്റെ കളങ്ങളിൽ ആദ്യപുതിയ കാൺകുട്ടികളിലായി വടിപ്പാറുകളിലൂടെ പറമ്പിൽ പീടികയുടെ ചരിത്രമണ്ണിലൂടെ പറമ്പിൽ പീടികയുടെ മണ്ണിനെ ഹർഷപുളകിതമാക്കിക്കൊണ്ട് ഇതുവരെ കടന്നു വരികയാണ്. പോരാട്ടത്തിൽ നടന്നു വരികയുള്ള പിന്നലത്തിന്റെ കുരുക്ഷേത്ര ഭൂമികയിൽ നാളെ തീപ്പാറും പോരാട്ടം. ഖത്തർ വേൾഡ് കപ്പിൽ പരാജയമേറ്റ് മടങ്ങിയത് വമ്പന്മാരാണെങ്കിൽ 2010 ലോക കിരീടവുമായി വന്ന സ്പെയിനും 1964 കിരീടത്തോടെ വന്ന ഇംഗ്ലണ്ടും 74-ലും 90-ലും 2014-ലും കിരീടം ചൂട് 3 കിരീടവുമായി വന്ന ജർമ്മനിയും 1950-ലും 30-ലും കിരീടം നേടി 2 കിരീടമുള്ള ഉറുഗ്വേയും 98-ലും 2018-ലും കിരീടം ചൂടി 2 കിരീടവുമായി വന്ന ഫ്രാൻസും വെല്ലുവിളിയുമായി വന്ന പോർച്ചുഗലും 1958-ലും 62-ലും 70-ലും 94-ലും 2002-ലും കിരീടം നേടി 5ന്റെ മുഞ്ചുമായി വന്ന ബ്രസീലും ഖത്തറിൽ നിന്ന് തലതാഴ്ത്തി മടങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യ റൗണ്ട് പോലും കടക്കില്ലെന്ന് ലോകം മുദ്രകുത്തി ആദ്യ പരാജയത്തിൽ നിന്നും ഫിനിക്സ് പക്ഷികളെ പോലെ ഉയർത്തെന്നേറ്റ് റൊസാരിയൻ തെരുവിൽ ഉറങ്ങാതിരുന്ന ആ മുത്തശ്ശിയുടെ കാൽക്കീഴിൽ ഖത്തർ വേൾഡ് കപ്പ് കൊണ്ടെത്തിച്ച അൽ ഷെയ്ഖ് ലയണൽ ആന്ദ്രസ് മെസ്സിയും കൂട്ടരും പടനയിച്ച അർജന്റീന എന്ന ലോക ഫുട്ബോൾ ഇതിഹാസങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ സൗന്ദര്യം പോലെ. മനസ്സിലായി. ഓക്കെ, നിസാർക്കാരുടെ വിശേഷങ്ങൾ, നിസാർക്ക് എവിടുന്നാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കാരണം നിങ്ങളെ സൗണ്ട് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ആളാരാണെന്നും കൂടി ഒന്ന് കണ്ടോ. ഓക്കെ, സ്കൂൾ പഠനകാലത്താണ് ഇത് തുടക്കം കുറിച്ചത്. നമ്മളെ സുഹൃത്ത് നമ്മളെ കൂടെ പഠിച്ച ആളുടെ ജീപ്പിന്റെ പുറകിൽ ഇരുന്നിട്ട് പോയി. അങ്ങനെ ആ ഒരു അതെ ബാക്കിൽ വെറുതെ പോയി. പിന്നെ അതൊരു ഹരമായി മാറി, ഒരു പാഷനായി മാറി. അതിങ്ങനെ സ്വയം പത്രങ്ങളൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ ഈ ശൈലിയിലേക്ക് മാറ്റി. പിന്നീട് ഞാൻ നാട്ടിലത്തെ രാഷ്ട്രീയ പരിപാടികളും മതപ്രഭാഷണ പരിപാടികളും അങ്ങനത്തെ പരിപാടികൾ മാത്രം ചെയ്ത് നിൽക്കുന്ന സമയത്ത് നാട്ടിൽ എൻ്റെ ജ്യേഷ്ഠതുല്യനായ ഒരു സഹോദരൻ നാട്ടിൽ വെച്ചൊരു കളിയിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു വെള്ളിയാഴ്ച എന്നോട് അനൗൺസ് ചെയ്താൽ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ആശാൻ്റെ കയ്യിൽ ഒരു 3 മാറ്ററും വാങ്ങിയിട്ട് അനൗൺസ് തുടങ്ങിയതാണ്. പിന്നീട് ഞാൻ ജീവിത പ്രശ്നങ്ങൾ കാരണം പ്രവാസിയായി, 9 വർഷം പ്രവാസിയായി. പിന്നീട് നാട്ടിൽ ലീവിന് വന്ന സമയത്താണ് കേരള റൺ എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ പരിപാടി നടക്കുന്നത്. ആ പരിപാടിക്ക് എന്നോട് അനൗൺസിൽ കയറാൻ പറയുക. അങ്ങനെ അനൗൺസിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ പട്ടാമ്പിൽ നടന്ന അഖിലേന്ത്യാ സെവൻസിൽ ഫസ്റ്റ് എനിക്കൊരു അവസരം ലഭിച്ചു. പിന്നീട് ഓരോരുത്തരെ പകരം ഇങ്ങനെ പോകൽ തുടങ്ങി. പിന്നീട് 1-2 വർഷത്തിന് ശേഷം കളികൾ ചെയ്യൽ തുടങ്ങി. ഇപ്പം നിലവിൽ ഒരു സീസണാകുമ്പോൾ 6 കളികളോളം നമ്മൾ ലൈവായിട്ടും ഒരു 2-3ഓളം നമ്മൾ ഗ്രൗണ്ടിൽ CD നമ്മുടെ ശബ്ദം കൊടുത്തിട്ട് നമുക്ക് പോകാൻ കഴിയാത്തടത്തേക്ക് CD അതെ ഇരിക്കൂർ പോലുള്ള നമ്മൾ കുറേ ലോങ്ങൊക്കെ കാസർഗോഡ് ഇരിക്കൂർ സമയത്തൊക്കെ ആ സ്ഥലത്തേക്കൊക്കെ നമ്മൾ CD ആണ് ചെയ്തത്. അങ്ങനെ സീസൺ ആകുമ്പോൾ നമുക്ക് 5-6ഓളം ഗ്രൗണ്ടുകൾ ഇപ്പോൾ നിലവിൽ 5-6 വർഷമായിട്ട് നമ്മുടെ ഈ ഫീൽഡിൽ കുഴപ്പമില്ലാതെ മിക്കവാറും എല്ലാ ഗ്രൗണ്ടിലും ഒരുവിധ ഗ്രൗണ്ടുകളിലൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. നമ്മളെ ആവശ്യമുള്ള ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പോകാൻ പറ്റുന്ന സമയങ്ങളിൽ നമ്മൾ പോയി ചെയ്ത് കൊടുക്കും. അല്ല പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരോട് ആദ്യം തന്നെ പറയാം. അപ്പോൾ അവർ പറയും CD തന്നാൽ മതി എന്ന് പറയും. എല്ലാ കാര്യത്തിലും മൊത്തത്തിലൊരു ധാരണ ഉണ്ടല്ലോ, ഇത് എളുപ്പമുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളെ ഈ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയുണ്ടല്ലോ, 9 വർഷം പ്രവാസം ഉണ്ടായി. ഈ സമയത്ത് അനൗൺസ്മെന്റ് ഒന്നും ചെയ്തില്ല. ഇല്ല, അവിടെ കുറച്ച് നമ്മളെ അവിടെ ഒരു ഗ്യാങ് ഉണ്ട്, ഫ്രണ്ട്സ് മദീനായിട്ട് നമുക്കൊരു ക്ലബ് ഉണ്ട്. അപ്പോൾ അവര് പരിപാടികൾക്കൊക്കെ മൈക്ക് തന്നിട്ട് ഞങ്ങൾ ചെയ്ത് പരിചയമുള്ളതായതുകൊണ്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. അങ്ങനെ 9 വർഷം ഈ സാധനം മനസ്സിലിട്ടതിന് ശേഷമാണ് വന്നതിന് ശേഷം എന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ ഇത് മൈൻഡിലുണ്ട്, ഇതിന്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കുറെ പേപ്പറുകളൊക്കെ നിങ്ങളെ കയ്യിൽ കണ്ടു. ഇതിനും കൃത്യമായ ഹോംവർക്ക് നടത്തും. തീർച്ചയായും ആ ഹോംവർക്കുമ്പോഴാണ് രാവിലെ 9 മണിക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ രാത്രി 7 മണി വരെ നമ്മൾ ആ വണ്ടിയിൽ ആ ചൂടും ജനറേറ്ററിൻ്റെ ചൂടൊക്കെ കണ്ടിട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഗ്രൗണ്ടിൽ നാളത്തെ കളി പറയേണ്ട മാറ്റർ എഴുതില്ല. അത് എഴുതിണ്ടാക്കി കഴിഞ്ഞാൽ അത് എങ്ങനെ കാണികളിലേക്ക് അവരെ മനസ്സിലേക്ക് എത്തിക്കാമെന്നുള്ള ലെവലിലാണ് നമ്മൾ ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നാളെ
ഈ ഗ്രൗണ്ട് പറഞ്ഞ സാധനം ചിലപ്പോൾ നമുക്ക് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ റെപ്യൂട്ടേഷനായി മാറും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, രാത്രി വീട്ടിൽ പോയിരുന്നിട്ട് നാളെ വണ്ടിയിലേക്കുള്ളത് വാനത്തിൽ പറയാനുള്ള സാധനം ഇതുണ്ടാക്കി കിടക്കുമ്പോഴൊക്കെ ശരിക്കും പറയാച്ചില്ല 2 മണി 3 മണി സമയത്താണ്. പക്ഷെ പണിയുണ്ട്. അതെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് കിടന്ന് ഭക്ഷണം കഴിച്ചൊക്കെ കിടന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു 7 മണിക്കെങ്കിലും എണീറ്റാലാണ് 9 മണിക്ക് നമുക്ക് വീണ്ടും വാനത്തിൽ വണ്ടി കയറാൻ പറ്റും. അപ്പോൾ ഈ സമയത്ത് ശരിക്കും പറയാച്ചാൽ ഉറക്കം ഈ സാക്രിഫൈസ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. അതെ നമുക്കുണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ശരിക്കും ഉപജീവന മാർഗം നമ്മളെ ഫാമിലി കഴിഞ്ഞു പോകുന്നത് ഈ ഒരു ശബ്ദം കൊണ്ടാണ്. മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെ തീർച്ചയായിട്ടും മേഖലയ്ക്ക് വരാം. കഴിയുന്ന ആളുകളൊക്കെ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഫസ്റ്റ് ടൈമിലൊക്കെ ഞാൻ മാറ്റർ കൊടുത്ത് സഹായിക്കലുണ്ട്. അവരോട് ഞാൻ പറയലുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഒരു വട്ടം തുടക്കത്തിൽ പകുതി വെച്ച് ഇറങ്ങിപ്പോയൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സംഗതി എനിക്കറിയാം. കാരണം എന്താ വെച്ചാൽ അതെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തെറ്റുകൾ സംഭവിച്ചിട്ട് അവർക്ക് കമ്മിറ്റിക്കാർക്ക് എന്നെ പറ്റായിട്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. അതൊരു പട്ടാമ്പിയിലെ ഒരു മതപ്രഭാഷണ പരിപാടിയാണ്. പക്ഷെ ഞാൻ ചെറിയ കുട്ടിയാണ്, എനിക്കതിനെ കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല. പക്ഷേ എനിക്ക് പറയുന്ന അക്ഷരങ്ങൾ ചിലപ്പോൾ ഒരു തെറ്റൊക്കെ സംഭവിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം എന്നെ ഏൽപ്പിച്ച ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ഒരാളെ കയറ്റി വിടണം പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പട്ടാമ്പിയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് 3 കിലോമീറ്ററോളം നടക്കാണ്ട്, അങ്ങനെ 3 കിലോമീറ്ററോളം നടന്നു പോയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ ഒരു പിന്നിട്ട് വന്ന വഴി എനിക്കറിയുന്നതുകൊണ്ട് പുതിയ തലമുറ വരുന്ന ആളുകളോട് ഞാൻ പറയലുണ്ട്, പരമാവധി മാറ്ററുകൾ സ്വയം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് തുടക്കത്തിൽ 1, 2 അല്ലെങ്കിൽ 2 വർഷമോ നമ്മൾ മറ്റുള്ള ആളുകളുടെ മാറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമില്ല. അത് ആളുടെ സമ്മതം മേടിക്കണം. കാരണം നമ്മൾ 3 മണി വരെയൊക്കെ ഇരുന്ന് എഴുതിണ്ടാക്കിയ ഒരു പ്രയത്നം അതിൻ്റെ ബാക്കിലുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പ്രയത്നം നമ്മൾ കാണാതെ പോയില്ല. അവർ സമ്മതം മേടിച്ചിട്ട് നമ്മൾ ഈ സംഗതി ചെയ്യുക. പക്ഷെ പരമാവധി നമ്മൾ നല്ല ബുക്കുകൾ വായിക്കുക. വായനാശീലം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട്, കാരണം നമ്മളൊരു നാടിനെ പറയുകയാണെങ്കിൽ കോഴിക്കോടിനെ പറയുകയാണെങ്കിലൊക്കെ അതെ ആ നാടിൻ്റെ ഒരു ചരിത്രം, പിന്നെ ഈ പന്തളിന്, പിന്നെ ഒന്നാമത് പറയേണ്ടത് നമ്മൾ കണ്ട കളിയെ പറ്റിയിട്ട് നാളെ നമ്മൾ വാനത്തിൽ പറയുന്നത് അത് ഇന്ന് സംഭവിച്ച കളി എങ്ങനെയാണെന്നോ നാളെ എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നുള്ളൊരു ചിത്രം ജനങ്ങളിലേക്ക് എത്തിച്ചാൽ അത് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം. എന്ന് വെച്ചാൽ നാളെ ആള് വരാൻ ടൂർണമെന്റ് ഏൽപ്പിക്കുന്ന സമയത്ത് ടൂർണമെന്റ് കമ്മിറ്റി ആളുകളെക്കാൾ ടെൻഷനായിരുന്നു ഞങ്ങൾക്ക് അനൗൺസർമാർക്ക്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഈ ഇങ്ങനെ അലിച്ചിട്ട് നമ്മളൊരു 8:30-8:45 കഴിഞ്ഞ് ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ ആളുകൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്മിറ്റിക്കാർ ചിലപ്പോൾ സ്പോൺസർമാരും മറ്റു പ്രശ്നങ്ങളെ നോ പ്രോബ്ലം അവർക്ക് സെക്കൻഡ് റൗണ്ടിൽ ആളുണ്ടാവും. പക്ഷെ എന്നാലും നമുക്കൊരു ഭയങ്കര ടെൻഷനാണ്. പക്ഷെ അടിച്ചിട്ട് ആളുകാരും വന്നിട്ടില്ല. ഈ ടൂർണമെൻറ്റ് കമ്മിറ്റിയുടെ ഭാഗമാണ് ഞങ്ങൾ ശരിക്കും. ഞങ്ങൾ ചില ആ ഒരു കമ്മിറ്റിയെ ഉൾക്കൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന ഈ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് പറയാനുള്ള എന്താ പറയുക, നല്ല മേഖലയാണ്, നല്ല സമ്പാദ്യമൊക്കെ ഉണ്ടാക്കാം, ഉപജീവന മാർഗമായിട്ടൊക്കെ കാണാൻ പറ്റുന്നൊരു മേഖലയാണ്. പക്ഷേ പഴം പോലല്ല പപ്പടം. കുറച്ച് പണിയെടുക്കാണ്ട് ആൾ സംസാരിക്കുമ്പോൾ വിറച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? വയനാട്ടിലുള്ളത് പട്ടാമ്പിക്കാരൻ വയനാട്ടിൽ വന്നിട്ടാണ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ തണുപ്പ്, ഈ യാത്ര, ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കണം. എന്തായാലും നമ്മളെ ചാനലിൽ ഇങ്ങനൊരു നിങ്ങളെ കിട്ടിയതിൽ വളരെ സന്തോഷം. താങ്ക്സ് അല്ലോ. ഓക്കെ, നമ്മളെ വ്യൂവേഴ്സിനോട് എന്തെങ്കിലും ഒരു ഞങ്ങളെ പോലുള്ള അതായത് സ്റ്റേജിൻ്റെ പുറകുവശത്ത് നിൽക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. മൈ ഗെയിമാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. ഞങ്ങളെ പോലുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്ത് പുറം ലോകത്ത് എത്തിക്കുന്ന മൈ ഗെയിം ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കാരണം ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നവരെ നിങ്ങളും ചേർത്ത് പിടിക്കണം. താങ്ക് യു. ഓക്കെ, താങ്ക്സ് അല്ലോ.